നമസ്കാരം, ഞാൻ പവിത്ര ദ്രൗപദി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തലൈവിയാകാൻ ശശികല. ശശികല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമെന്ന് സൂചന. അണ്ണാ DMK MLA-മാരുടെ നിർണായക യോഗം ഉച്ചയ്ക്ക് ചെന്നൈയിൽ. ചിന്നമ്മയെ നിയമസഭാ കക്ഷി നേതാവായി യോഗം തിരഞ്ഞെടുത്തേക്കും. മുഖ്യമന്ത്രി പനീർശെൽവം ഇന്നു തന്നെ രാജി സമർപ്പിക്കുമെന്നും റിപ്പോർട്ട്. തമിഴക രാഷ്ട്രീയത്തിൽ വഴിത്തിരിവിന് കരുനീക്കി ശശികലയുടെ അടവുകൾ ഓരോന്നായി പുറത്ത്. മുഖ്യമന്ത്രിയാകുന്നതിന് മുന്നോടിയായി പാർട്ടിയിലും ഭരണതലത്തിലും സമഗ്ര അഴിച്ചുപണി. തിരക്കിട്ട നീക്കങ്ങൾ, നിർണായക സ്ഥാനങ്ങളിൽ ഇഷ്ടക്കാരെ അവരോധിച്ച് പിന്തുണ ഉറപ്പാക്കിയ ശേഷം. പനീർശെൽവത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയും മലയാളി ഉപദേഷ്ടാവ് ഷീല ബാലകൃഷ്ണനും പുറത്ത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരായ ഇരുവർക്കും സ്ഥാനമൊഴിയാൻ നിർദ്ദേശം ലഭിച്ചത് തികച്ചും അപ്രതീക്ഷിതമായി. പാർട്ടിയിൽ ശശികലയുടെ ശത്രു നിഗ്രഹവും ശുദ്ധികലശവും. ശശികലയുടെ പെട്ടെന്നുള്ള പ്രകോപനത്തിന് പിന്നിൽ ജല്ലിക്കെട്ട് വിഷയത്തിൽ പനീർശെൽവത്തിനു കിട്ടിയ മേൽക്കൈ എന്ന് നിഗമനം. കേന്ദ്ര ഓർഡിനൻസിന് സമ്മർദ്ദം ചെലുത്താൻ പനീർശെൽവത്തെയും MP-മാരെയും അയച്ചത് താനെന്ന് ശശികല. പുതിയ പട്ടാഭിഷേകത്തിനു കാത്ത് തമിഴകം. നീതിയില്ലാത്ത നിഴൽ നാടകം. ലോ അക്കാദമി ഭൂമി വിവാദത്തിൽ ഭരണപക്ഷത്തെ ചേരിതിരിവിന് നേർസാക്ഷ്യമായി വിരുദ്ധ നിലപാടിൽ CPM-ഉം CPI-യും. ഭൂമിയുടെ കാര്യത്തിൽ അന്വേഷണമില്ലെന്ന് മുഖ്യമന്ത്രിയും ആരോപണ വിഷയങ്ങളിൽ അന്വേഷണം തുടരുന്നതായി റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനും. ഏതോ കാലത്ത് ആരോ നൽകിയ ഭൂമിയെക്കുറിച്ച് ഈ സർക്കാർ അന്വേഷിക്കേണ്ടതില്ലെന്ന് പിണറായി. മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്ന് വ്യക്തമാക്കി VS. സർക്കാർ ഭൂമി ആര് കൈയടക്കിയാലും തിരിച്ചുപിടിക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ചുമതലയെന്നും അച്യുതാനന്ദൻ. അതേസമയം വിവാദ ഭൂമി സംബന്ധിച്ച ആക്ഷേപങ്ങൾ ശരിയെന്ന് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തൽ. റവന്യൂ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയെന്ന് മന്ത്രി ചന്ദ്രശേഖരൻ. നടപടി ശുപാർശയുമായി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് നാളെ. അകന്നുമാറുന്ന അനുരഞ്ജനം. ഒത്തുതീർപ്പില്ലാതെ തുടരുന്ന ലോ അക്കാദമി ലോ കോളേജ് പ്രശ്നത്തിൽ നാളെ നിർണായക സിൻഡിക്കേറ്റ് യോഗം. അനുരഞ്ജനത്തിനുള്ള മന്ത്രിതല ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ സർവകലാശാല തീരുമാനം സുപ്രധാനം. നാളത്തെ സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് KSU. ഒത്തുതീർപ്പ് ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് വിദ്യാർത്ഥികൾ. മന്ത്രി രവീന്ദ്രനാഥ് സംസാരിക്കുന്നത് മാനേജ്മെന്റിന്റെ അഭിഭാഷകനെ പോലെയെന്ന് ആക്ഷേപം. ലക്ഷ്മി നായരുടെ രാജിയില്ലാതെ പ്രശ്നം തീരില്ലെന്ന് സമരക്കാർ. സമരം കൂടുതൽ ശക്തമാകുന്നതിനിടെ നാളെ ക്ലാസുകൾ പുനരാരംഭിക്കാൻ മാനേജ്മെന്റ് തീരുമാനം. ക്ലാസ്സിൽ കയറുമെന്ന് SFI വ്യക്തമാക്കിയിരിക്കെ ക്യാമ്പസിൽ സംഘർഷ സാധ്യതയെന്ന് റിപ്പോർട്ട്. കോളേജ് തുറക്കാൻ അനുയോജ്യമായ സാഹചര്യമെന്ന് മാനേജ്മെന്റ്. വിലക്കിൽ വീണ്ടും വിചാരം. കുടിയേറ്റ വിലക്കുത്തരവിൽ നിലപാട് മയപ്പെടുത്തിയ അമേരിക്ക. വിസ റദ്ദാക്കിയിട്ടില്ലാത്ത മുസ്ലിം രാജ്യക്കാർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ല. നിലപാട് മാറ്റം ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ ഉത്തരവ് ഫെഡറൽ ജഡ്ജി തടഞ്ഞ സാഹചര്യത്തിൽ. തീരുമാനത്തിനെതിരെ നിയമയുദ്ധം നടത്തുമെന്ന് ട്രംപ്. ഇറാഖും സിറിയയും ഉൾപ്പെടെ 7 മുസ്ലിം രാജ്യക്കാർക്ക് വിലക്കേർപ്പെടുത്തിയ ഉത്തരവ് സ്റ്റേ ചെയ്ത ജഡ്ജിയുടെ നടപടി പരിഹാസ്യമെന്ന് ട്രംപ്. വിധിക്കെതിരെ അടിയന്തര അപ്പീൽ സമർപ്പിച്ച് വൈറ്റ് ഹൗസ്. ആര് തടഞ്ഞാലും ഉത്തരവ് നടപ്പാക്കുമെന്നും പ്രഖ്യാപനം. അതിനിടെ അമേരിക്കൻ ഉപരോധം തള്ളി മിസൈൽ റഡാർ സംവിധാനങ്ങൾ വീണ്ടും പരീക്ഷിച്ച് ഇറാന്റെ ധിക്കാരം. സൈനിക പ്രവിശ്യയിലെ അഭ്യാസങ്ങൾ ഇറാൻ വിപ്ലവത്തിന്റെ കരുത്തു കാട്ടാനും ഉപരോധങ്ങൾ തള്ളിക്കളയാനുമെന്ന് സർക്കാർ. UN പ്രമേയം ധിക്കരിച്ച് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയത് കഴിഞ്ഞ 29-ന്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.